അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിൻ്റെ വിശദീകരണമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ഫാത്തിഹ സൂറത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞത് മുതൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതുവരെയുള്ളത് അതൊരു ശൈലിയിലാണ്. പിന്നെ പെട്ടെന്ന് ഇയ്യാക്ക എന്ന ഖിതാബിൻ്റെ ശൈലിയിലേക്ക് ഇൽത്തിഫാത്ത് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണ്? ഫാത്തിഹ സൂറത്തിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നത് സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതല്ല അലൽ ഇഖ്തിസാസാണ്, തറഖി മിനൽ ബുർഹാൻ ഇലൽ ഇയാനാണ് തുടങ്ങിയ പ്രത്യേകമായി ഫാത്തിഹ സൂറത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ അതിൻ്റെ സാധ്യത എന്താണ് എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. ഇനി മുസന്നിഫ് പറയാൻ പോകുന്നത് കലാമിലെ ഈ തഫന്നുന് അത് ഫാത്തിഹ സൂറത്തിലാണെങ്കിലും അല്ലെങ്കിലും കോമണായി അതിൻ്റെ ഫായിദ എന്താണ്, ബെനിഫിറ്റ് എന്താണ്? ഇങ്ങനെ ഒരു ഇൽത്തിഫാത്ത് ഗൈബത്തിൽ നിന്ന് തകല്ലുമിലേക്ക്, തകല്ലുമിൽ നിന്ന് ഗൈബത്തിലേക്ക്, ഖിതാബിൽ നിന്ന് ഗൈബത്തിലേക്ക്, ഗൈബത്തിൽ നിന്ന് ഖിതാബിലേക്ക് തുടങ്ങി ഇങ്ങനെ കലാമിൽ വരുന്ന ഈ തഫന്നുൻ, ഉസ്ലൂബ് മാറ്റം, അജ്നാസുൽ കലാമിലെ ഈ ഉസ്ലൂബ് മാറ്റം അത് സാധാരണ രീതിയിൽ അറബികൾ ഉപയോഗിക്കാറുള്ളതാണ്. ഭാഷയിൽ അത് സാധുവാണ്. അതതിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റാണ് പറയുന്നത്. ഒമിൻ ആദത്തിൽ അറബി അത്തഫന്നുൻ ഫിൽ കലാം വൽ ഉദൂലു മിൻ ഉസ്ലൂബിൻ ഇലാ ആഖറ. എന്തിനാണത്? തത്രിയതൻ ലഹു വ തൻശീതൻ ലിസ്സാമിഅ. കലാമിൽ തഫന്നുൻ ചെയ്യുക, അതിൻ്റെ അത്തഫ് തഫ്സീറാണ്. വൽ ഉദൂലു മിൻ ഉസ്ലൂബിൻ ഇലാ ആഖറ. തഫന്നുൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു ഉസ്ലൂബിൽ നിന്ന് മറ്റൊരു ഉസ്ലൂബിലേക്ക് മാറാം. അത് സാധാരണ അറബികളുടെ ആദത്തിൽപ്പെട്ടതാണ്. കൊണ്ടുവരുന്നത് തത്രിയത്തൻ ലഹു, ആ കലാമിനെ ഒന്ന് തജ്ദീദ് ചെയ്യാൻ, ഒന്ന് തഹ്സീന് ചെയ്യാൻ, പുതുമയോടെ അവതരിപ്പിക്കാൻ. തൻഷീത്തൻ ലിസ്സാമി, അത് മാത്രമല്ല കേൾക്കുന്ന ആളുകളെ ഒന്ന് ഉന്മേഷഭരിതമാക്കാൻ. അങ്ങനെയാണല്ലോ ഇപ്പോൾ ഒരേ വാഹനത്തിൽ ഒരേ ഡെസ്റ്റിനേഷനിലേക്ക് സ്ഥിരമായി യാത്ര ചെയ്യുന്നതും വേറെ ഒരു വാഹനം ഉപയോഗിക്കുന്നതും വ്യത്യാസമുണ്ട്. ഒരേ ഭക്ഷണം ഒരുപാട് സമയം കഴിച്ചുകൊണ്ടിരിക്കുന്നതും വേറെ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന പുതുമ. അപ്പോൾ അത് സാധാരണ രീതിയിൽ അറബികൾ സംസാരത്തിലും എഴുത്തിലും രണ്ടിലും കൊണ്ടുവരുന്ന ഒരു രീതി തന്നെയാണ് തഫന്നുൻ ഫിൽ കലാം. അപ്പോൾ ഫയുഅ്ദലു മിനൽ ഖിതാബ് ഇലൽ ഗൈബത്തി വമിനൽ ഗൈബത്തി ഇലൽ തകല്ലുമി വബിൽ അക്സി. അപ്പോൾ ഖിതാബിൽ നിന്ന് ഗൈബത്തിലേക്കും ഗൈബത്തിൽ നിന്ന് തകല്ലുമിലേക്കും വബിൽ അക്സി നേരെ അത് തിരിച്ചും. ഇതൊക്കെ സാധാരണ രീതിയിൽ ഉദൂല്, അത് ഭാഷൻ്റെ നേറ്റീവ്സ് ഉപയോഗിക്കുന്ന ശൈലി തന്നെയാണ്. അപ്പോൾ 6 സൂറത്ത് വരും അവിടെ. അക്സ് എന്ന് പറഞ്ഞു കൊടുത്ത്, ഖിതാബ്, ഗൈബത്ത്, തകല്ലുമ്, ഇതാണല്ലോ 3 കാറ്റഗറി. ഇതിൽ നിന്ന് ഓരോന്നിലേക്ക് തിരിച്ച്. അപ്പോൾ ഖിതാബിൽ നിന്ന് ഗൈബത്ത് വരുമ്പോൾ ഗൈബത്തിൽ നിന്ന് ഖിതാബിലേക്ക്, ഗൈബത്തിൽ നിന്ന് തകല്ലുമിൽ നിന്ന് ഗൈബത്തിലേക്ക്, പിന്നെ ഗൈബത്തിൽ നിന്ന് ഖിതാബിലേക്ക്, തകല്ലുമിൽ നിന്ന് ഖിതാബിലേക്ക്, ഗൈബത്തിലേക്ക് തുടങ്ങിയ ആ സൂറത്തുകൾ 6 സൂറത്തുകൾ ലാഹിറായിട്ട് കടന്നു വരും. എന്താണ് അതിൻ്റെ തെളിവ്? കഖൗലിഹി തആല ഹത്താ ഇദാ കുൻതും ഫിൽ ഫുൽകി വജറൈന ബിഹിം. അതൊരു തെളിവാണ്. അല്ലാഹുല്ലദീ അർസല റിയാഹ ഫതുസീറു സഹാബൻ ഫസുഖ്നാഹു. അത് രണ്ടാമത്തെ തെളിവാണ്. ഹത്താ ഇദാ കുൻതും ഫിൽ ഫുൽകി, നിങ്ങൾ കപ്പലുകളിലായിക്കൊണ്ടിരിക്കുമ്പോൾ, വജറൈന ബിഹിം, നിങ്ങളെയും കൊണ്ട് ആ കപ്പൽ സഞ്ചരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ സംസാരത്തിൽ വരേണ്ടത് വജറൈന ബിക്കും എന്നാണ്. കാരണം ഇദാ കുന്തും എന്ന ഖിതാബിൻ്റെ ലമീർ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇദാ കുന്തും ഫിൽ ഫുൽക്കി വജറൈന ബിക്കും എന്ന് പറയേണ്ട സ്ഥാനത്ത് ബിഹിം എന്നതിലേക്ക് ഇൽത്തിഫാത്തായി. അത് ഖുർആനിൽ വന്നിട്ടുണ്ട്, തെളിവ് ഉദ്ധരിച്ചു. അതൊരു ഇൽത്തിഫാത്താണ്. അപ്പോൾ അത് ആദ്യം പറഞ്ഞതിന് ഉദാഹരണമാണ്. മിനൽ ഖിതാബ് ഇലൽ ഗൈബത്തി എന്ന് പറഞ്ഞതിന് ഉദാഹരണമാണ്. ബിക്കും എന്ന് പറയേണ്ടടുത്ത് ബിഹിം എന്ന് പറഞ്ഞു, ഖിതാബിൽ നിന്ന് ഗൈബത്തിലേക്ക്.
വഖൗലിഹി തആല വല്ലാഹു അല്ലദീ അർസല റിയാഹ ഫതുസീറു സഹാബൻ ഫസുഖ്നാഹു. അള്ളാഹു അവനാണ് കാറ്റുകളെ അയക്കുന്നത്. എന്നിട്ടോ ആ ഫതുസീറു സഹാബൻ ഫസുഖ്നാഹു, പിന്നെ നാമാണ് അതിനെ തെളിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ അവനാണ് അയക്കുന്നത്, നാമാണ് തെളിക്കുന്നത് എന്ന് പറഞ്ഞെടുത്ത് ഒരു ഇൽത്തിഫാത്തുണ്ടല്ലോ. അപ്പോൾ ഫസഖാഹു അല്ല ഫസാഖഹു എന്ന് പറയേണ്ടടുത്ത് ഫസുഖ്നാഹു എന്ന് തകല്ലുമിലേക്ക് മാറി. അപ്പോൾ അത് രണ്ടാമത് പറഞ്ഞത് വമിനൽ ഗൈബത്തി ഇല തകല്ലും എന്ന് പറഞ്ഞതിൻ്റെ ഉദാഹരണമാണ്. അർസല എന്നിടത്ത് ഗൈബത്തായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഫസുഖ്നാഹു എന്നത് തകല്ലുമിലേക്ക് മാറി. അപ്പോൾ ഈ പറഞ്ഞത് ലഫ് നഷർ മുറത്തബ് തന്നെയാണ്. ഇനി അക്സിനുള്ള ഉദാഹരണത്തിന് വേണ്ടിയാണ് ഇംറുൽ ഖൈസിൻ്റെ ഒരു കവിത ശകലം ഇവിടെ ഉദ്ധരിക്കുന്നത്. ഖൗലി ഇംറുൽ ഖൈസ്, ഇംറുൽ ഖൈസിൻ്റെ ഖൗല് പോലെ ഖൗലിഹി തആല വഖൗലി ഇംറുൽ ഖൈസ് തതാവല ലൈലുക ബിൽ അസ്മുദി വനാമൽ ഖലിയ്യു വലം തർഖുദി വബാതത് ലഹു ലൈലത്തുൻ കലൈലതി ദിൽ ആയിദിൽ അർമുദി വദാലിക മിൻ നബഇൻ ജാഅനി വഖുബിർതുഹു അൻ അബിൽ അസ്വദി. ഇംറുൽ ഖൈസിൻ്റെ അബുൽ അസ്വദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇബ്നു അമ്മാണ് എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ അസ്വസ്ഥതകളെ, ഉറക്കമില്ലായ്മയെ അദ്ദേഹം കാവ്യരൂപത്തിൽ അവതരിപ്പിച്ച ഒരു റസായിൻ്റെ ഭാഗമാണ് ഈ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം സ്വന്തം നഫ്സിനോട് സംസാരിക്കുകയാണ്. തതാവല ലൈലുക ബിൽ അസ്മുദി, അസ്മുദ് മൗലിയ, അസ്മുദിലെ രാത്രി എന്തൊരു ദൈർഘ്യമുള്ളതാണ്. ഉറക്കം കിട്ടാതിരിക്കുമ്പോൾ, അസ്വസ്ഥനാകുമ്പോൾ ഉറക്കം കിട്ടാതിരിക്കുമ്പോൾ രാത്രി ഒരുപാട് ദൈർഘ്യമുള്ളതാണെന്ന് തോന്നിപ്പോകും. അപ്പോൾ നിൻ്റെ ലൈലുക്കി എന്ന് പറയുമ്പോൾ കീ എന്നത് നഫ്സാണ് ഉദ്ദേശിക്കുന്നത്. സ്വന്തം നഫ്സിനോട് പറയാണ് എന്തൊരു ദൈർഘ്യമുള്ളതാണ് ഈ രാത്രി. ഒനാമൽ ഖലിയ്യ് വലം തർക്കുതി, ഖലിയ്യ് എന്ന് ഭാഷയിൽ ഉപയോഗിക്കുന്നത് ഖാലി അനിൽ ഇഷ്ഖ്ന, പ്രേമനൈരാശ്യങ്ങളൊന്നുമില്ലാത്ത ആളുകളൊക്കെ ഉറങ്ങിപ്പോയി. വലം തർക്കുദീനെ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. വബാതത് ലഹു ലൈലത്തുൻ കലൈലതി ദിൽ ആയിദിൽ അർമുദി, കണ്ണിന് റമദ് ബാധിച്ചവനെ പോലെ, അതല്ലെങ്കിൽ കരട് കുടുങ്ങിയവനെ പോലെ അസ്വസ്ഥനായി ഉറക്കമില്ലാതെ രാത്രിയിൽ ഇങ്ങനെ കണ്ണ് തുറന്ന് കിടക്കുകയാണ്. വദാലിക മിൻ നബഇൻ ജാഅനി വഖുബിർതുഹു അൻ അബിൽ അസ്വദി, അബുൽ അസ്വദിൻ്റെ മരണവാർത്ത അറിഞ്ഞതുകൊണ്ടാണ് ഈ പറഞ്ഞ അസ്വസ്ഥത അനുഭവപ്പെടുന്നത്. വിഷയം അതല്ല. ഇവിടെ ഈ കവിതയിൽ 3 ഇൽത്തിഫാത്ത് കവി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഭാഷാപരമായ സാധുവാണ് എന്ന് തെളിയിക്കാനാണല്ലോ സാധാരണ ഷാഹിദായിട്ട് കവിതകൾ കൊണ്ടുവരുന്നത്. തതാവാല ലൈലുക്കി എന്ന് പറയുന്നിടത്ത് ശരിക്ക് ലൈലി എന്ന് തകല്ലുമിൻ്റെ ലമീറാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ അവിടെ ലൈലുക്കി എന്നത് ഖിതാബിൻ്റെ ലമീർ ഉപയോഗിച്ചു. അത് തകല്ലുമിൽ നിന്ന് ഖിതാബിലേക്കുള്ള ലമീറാണ്, ഒരു ഇൽത്തിഫാത്താണ്. ബാത്ത പിന്നെ ഖിതാബ് ചെയ്തതിന് ശേഷം ഒബാത്ത, രണ്ടാമത്തെ ഇൽത്തിഫാത്ത് ഒബാത്ത എന്നിടത്താണ്. ബാത്ത എന്ന് പറയുമ്പോൾ ബിത്ത, ലൈലുക്കി എന്ന് ഖിതാബ് ചെയ്തതിന് ശേഷം പിന്നെ ബാത്ത എന്ന് പറയുമ്പോൾ അവിടെ ഗൈബത്തിലേക്കാണ് തകല്ലുമിൽ നിന്ന് മാറിയത്. ഖിതാബിൽ നിന്ന് ഗൈബത്തിലേക്കാണ് മാറിയത്. മൂന്നാമത്തത് ജാഅനി എന്ന് പറയുന്നിടത്ത് അവിടെ ബാത്ത എന്ന് ഗൈബത്താണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നെ ജാഅനി എന്ന് പറയുമ്പോൾ അവിടെ ഗൈബത്തിൽ നിന്ന് തകല്ലുമിലേക്ക് മാറി. അപ്പോൾ ഖിയാസ് പ്രകാരം ഏതാണോ വരേണ്ടത് അതിലേക്കാണ് മാറുന്നത്. കലാമിൽ ഏതാണോ പറഞ്ഞത് അതിൽ നിന്നാണ് മാറുന്നത്. അപ്പോൾ ബാത്ത എന്നിടത്ത് ബിത്ത എന്നാണല്ലോ പറയേണ്ടത് ഖിയാസ് പ്രകാരം. അപ്പോൾ ഖിയാസ് പ്രകാരം ബിത്ത എന്ന് പറയുമ്പോൾ ഖിതാബിൽ നിന്ന് ജാഅനി എന്നത് ഖിതാബിൽ നിന്നാണ് തകല്ലുമിലേക്ക് മാറിയത് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഖിയാസ് പ്രകാരം എന്താണോ പറയേണ്ടത് അതിലേക്കാണ് മാറുന്നത്.
പിന്നെ തൊട്ട് മുമ്പ് കലാമിൽ എന്താണോ പറഞ്ഞത് അതിൽ നിന്നാണ് മാറുന്നത്. അപ്പോൾ ലൈലുക്കി എന്ന് പറയുന്നിടത്ത് ലൈലി എന്നാണ് പറയേണ്ടത് ഖിയാസ് പ്രകാരം. അപ്പോൾ തക്കല്ലുമിൽ നിന്ന് ഖിതാബിലേക്ക് മാറി. ബാത്ത എന്നിടത്ത് ബിത്ത എന്നാണ് പറയേണ്ടത്. തൊട്ട് മുമ്പ് ലൈലുക്കി എന്ന ഖിതാബാണ്. അപ്പോൾ ഖിതാബിൽ നിന്ന് ഗൈബത്തിലേക്ക് മാറി. ജാഅനി എന്നിടത്ത് തൊട്ട് മുമ്പ് പറഞ്ഞത് ബാത്ത എന്ന ഗൈബത്താണ്. അപ്പോൾ ഗൈബത്തിൽ നിന്ന് തക്കല്ലുമിലേക്ക് മാറി. അപ്പോൾ 3 ഇൽത്തിഫാത്തിന് ഈ കവിതയിൽ തെളിവ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ കവിത കൊണ്ടുവന്നത് അക്സിനാണ്. ആയത്തുകൾ കൊണ്ടുവന്നത് നേരെ കലാമിൽ പറയപ്പെട്ട ഖിതാബിൽ നിന്ന് ഗൈബത്തിലേക്ക്, ഗൈബത്തിൽ നിന്ന് തക്കല്ലുമിലേക്ക്. ഭാഷാപരമായി ഈ ഇൽത്തിഫാത്ത് അത് കലാമിനെ തഹ്സീൻ ചെയ്യാൻ, തജ്ദീദ് ചെയ്യാൻ, അതുപോലെ സാമിഇനെ തൻഷീത്ത് ചെയ്യാൻ, ഇതിനൊക്കെ സാധാരണ ഉപയോഗിക്കാറുള്ളതാണ് എന്ന് സമർത്ഥിച്ചു. ഇനി അടുത്ത ചർച്ച, ഇയ്യാക്ക എന്ന ലമീർ അത് മുഴുവനും ലമീറാണോ, ഇയ്യ എന്നത് മാത്രമാണോ ലമീർ? ഇയ്യ എന്നത് മാത്രമാണ് ലമീർ എങ്കിൽ ക എന്നത് ഹർഫാണോ, അത് ഇസ്മാണോ? പിന്നെ അതുപോലെ അതിലെ വ്യത്യസ്ത ഖിറാഅത്തുകൾ എന്തൊക്കെയാണ്? ഇയ്യാക്ക എന്ന കലിമത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഏതാണ് അതിൽ മുഅ്തമദായ മുഖ്താറായ അഭിപ്രായം? ഇതൊക്കെ ഈ ഭാഷാപരമായ ചർച്ചയാണ് ഇനിയുള്ളത്. അപ്പോൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ മുസന്നിഫ് ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ആദ്യം മുസന്നിഫിൻ്റെ അഭിപ്രായവും ഭാഷയിലെ മുഹക്കികങ്ങളായ ഭാഷാ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതും. ആ അഭിപ്രായമാണ് ആദ്യം പറയുന്നത്. ഇയ്യ എന്നത് ലമീറുൻ മുൻഫസിലുൻ, അത് മുൻഫസിലായ നസ്ബിൻ്റെ ലമീറാണ്. വമാ യൽഹഖുഹു മിനൽ യാഇ വൽ കാഫി വൽ ഹാഇ, ഇയ്യയോട് ചേർന്ന് വരുന്ന യാ ഇയ്യായ, വൽ കാഫ് ഇയ്യാക്ക, വൽ ഹാ ഇയ്യാഹു, ആ 3 ചേർന്ന് വരുന്ന ലവാഹിക്കുകൾ ഹുറൂഫുൻ, അവകൾ ഹർഫുകളാണ്. സീദത്ത് സായിദയായ ഹർഫുകളാണ്. ലി ബയാനി തകല്ലുമി വൽ ഖിതാബി വൽ ഗൈബത്തി, ഇയ്യ എന്ന ലമീർ മാത്രം ഉപയോഗിക്കുമ്പോൾ അത് ഗൈബത്തിനാണോ തകല്ലുമിനാണോ പിന്നെ ഖിതാബിനാണോ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ആശങ്ക ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അതിനെ മനസ്സിലാക്കാൻ അത് മുസ്തഅമൽ ഫീഹി ഏതാണ് അതിൽ തിരിയണമെങ്കിൽ ഈ പറയപ്പെട്ട യാ ഓ കാഫോ ഹാ ഓ കടന്നു വരണം. അപ്പോൾ ഖിതാബ് തകല്ലുമ് ഗൈബത്തിനെ ബയാൻ ചെയ്യാൻ സായിദയായ ഹുറൂഫുകളാണ് ഇയ്യ എന്ന ലമീറിൻ്റെ ലവാഹിക്കുകളായി വരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന്, പിന്നെ ഇയ്യ എന്നതിനോട് ചേർന്ന് വരുന്ന ലവാഹിക്കുകൾ ഹർഫുകളാണ്. ഹർഫുകളാകുമ്പോൾ സ്വാഭാവികമായിട്ടില്ല മഹല്ല ലഹാ മിനൽ ഇറാബി, അവിടെ പിന്നെ ഇറാബില്ല. ഇയ്യാക്ക എന്ന ആ പിന്നെ ശേഷം വരുന്ന ഹർഫുകളാകുമ്പോൾ ലവാഹിക്കുകൾ ഹർഫുകളാണ് എന്ന അഭിപ്രായ പ്രകാരം അതിന് ലാ മഹല്ല ലഹാ മിനൽ ഇറാബി, ലവാഹിക്കുകൾക്ക് ഇറാബിൻ്റെ മഹല്ലില്ല. ഏതുപോലെ കത്താഇഫി അൻത വൽ കാഫി അറൈതക, അൻത എന്നതിൽ അൻ ഹുവ ഇതൊക്കെയാണല്ലോ ലമീർ. താ എന്നത് ഇതുപോലെ സായിദയായ ഹർഫാണ്. ഏതുപോലെ വൽ കാഫി അറൈതക, അഖ്ബിർനി എന്നതിന് മജാസായിട്ട് ഉപയോഗിക്കാറുള്ളതാണ് സാധാരണ അറൈതക. അവിടെ കാഫ് കൊണ്ടുവന്നത് അറൈത എന്നതിലെ താ. ആ താഇൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് വ്യക്തമാക്കാനാണ് സായിദയായി വന്ന ഹർഫാണ് കാഫ്. എന്നതുപോലെ അറൈതക എന്നതിലെ കാഫ്, അൻത എന്നതിലെ താ, ഇതൊക്കെ ലമീറിൻ്റെ മഖ്സൂദ് അത് മുസ്തഅമൽ ഫീഹി ഏതാണ്, തകല്ലുമാണോ ഖിതാബാണോ ഗൈബത്താണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഹർഫുകളാണല്ലോ. അതുപോലെ തന്നെയാണ് ഇയ്യാക്ക എന്നതും.
അതിൽ ഇയ്യ എന്നതാണ് ലമീർ, ക എന്നത് അതിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഹർഫുകളാണ്, സായിദായ ഹർഫാണ്. ഇതാണ് ഈ വിഷയത്തിലെ മുഅ്തമദായ അഭിപ്രായം. ഭാഷാ പണ്ഡിതന്മാർ സിബവഹി, അഖ്ഫശി അതുപോലെ മറ്റുള്ളവരും മുഖ്താറാക്കിയ അഭിപ്രായം ഇത് തന്നെയാണ്. ഇനി ചില ആളുകൾക്ക് എതിരഭിപ്രായങ്ങളുണ്ട്. ഒരു ഖിലാഫ് വഖാലുൽ ഖലീൽ, ഇവരുടെ കൂട്ടത്തിലെ ഖലീൽ എന്നവർ പറഞ്ഞു, ഭാഷാ പണ്ഡിതനാണ്, ഇയ എന്നത് ലമീർ മുലാഫുൻ ഇലൈഹ, ഇയ എന്നത് ലമീറാണ് മുലാഫുൻ ഇലൈഹ, ഈ പറയപ്പെട്ട ലവാഹിക്കുകളിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ട ലമീറാണ്. മറ്റേത് സായിദായ ഹർഫാണ്, ഇത് ഇലാഫത്ത് ചെയ്യപ്പെട്ട ലമീറാണ് ഇയ. അങ്ങനെ പറയുമ്പോൾ എന്ത് സംഭവിച്ചു? ശേഷം പറയുന്ന ലവാഹിക്കുകൾ ഇസ്മാണ് എന്ന് വന്നു. നേരത്തെ പറഞ്ഞത് ലാ മഹല്ല ലഹ മിനൽ ഇറാബാണ്, കാരണം അത് സായിദായ ഹർഫായതുകൊണ്ട്. ഇവിടെ ഇയ എന്നത് ലമീർ മുലാഫാണ് എന്ന് പറയുമ്പോൾ ശേഷം വരുന്നത് മുലാഫ് ഇലൈഹി ആയി. മുലാഫ് ഇലൈഹി ആണെങ്കിൽ അത് ഇസ്മുകളാവണമല്ലോ. അപ്പോൾ ആ ശേഷം വരുന്ന ലവാഹിക്കുകൾ ഈ അഭിപ്രായ പ്രകാരം ഇസ്മുകളാണ് എന്നും ലാ മഹല്ല ലഹ മിനൽ ഇറാബി എന്നതിന് പകരം അത് മജ്റൂർ ഫീ മഹല്ലിൽ ജർറാണ് എന്നും സ്വാഭാവികമായിട്ടും വന്നു. വഹ്തജ ബിമാ ഹഖാവൻ ബഅദുൽ അറബി, അദ്ദേഹം ഇത് മുലാഫാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഉദ്ധരിച്ച തെളിവെന്താണ്? ബിമാ ഹഖാഹു അൻ ബഅദുൽ അറബി ഇദാ ബലഗ റജുലു 60 ഫഇയ്യാഹു വഇയ്യ ശവാബ്. പുരുഷൻ 60 വയസ്സെത്തിയാൽ പിന്നെ ഇഗ്റാ തഹദീറിൻ്റെ ബാബിൽ ഫഇയ്യാഹു, തഹദീറിന് വേണ്ടി ഫഇയ്യാഹു വഇയ്യ ശവാബ്, ശവാബ് എന്ന് പറഞ്ഞാൽ ജമ്മു ഷാബത്ത്. അപ്പോൾ ഫഇയ്യാഹു വഇയ്യ ശവാബ് എന്ന് പറയാറുണ്ടല്ലോ ഭാഷയിൽ. അപ്പോൾ ഇയ എന്നത് ഇയ്യ ശവാബ് എന്ന് പറയുമ്പോൾ ഇയ എന്നത് അവിടെ മുലാഫായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഷവാബ് മുലാഫിലേഹിയാണ്. എന്നതുപോലെ ഇയാക്ക, ഇയാഹു, ഇയായ എന്നിടത്ത് ഇയ എന്നത് മുലാഫാണ്, ശേഷമുള്ള ലവാഹിക്കുകൾ മുലാഫ് ഇലൈഹിയാണ്, ഫി മഹല്ലിൽ ജറാണ് എന്നാണ് അവർ വാദിച്ചത്. അപ്പോൾ അതിനുള്ള മറുപടി എന്താണ്? ഹുവ ഷാദുൻ, അത് ഭാഷയിൽ ഷാദായിട്ട് വന്നതാണ്. ലാ യുഅ്തമദു അലൈഹി, ഒരു നിയമപ്രകാരം ഖിയാസ് പ്രകാരം വന്നതല്ല, ഷാദാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതല്ല. അപ്പോൾ നേരത്തെ വമിൻ ആദത്തുൽ അറബി എന്ന് പറഞ്ഞിട്ടാണ് മുസന്നിഫി കലാം തുടങ്ങിയത് തന്നെ, തഫന്നുൻ കലാമിൻ്റെ സംസാരം. അപ്പോൾ ആദത്തായിട്ടുള്ളത് മാത്രമല്ലേ തെളിവ് ഉദ്ധരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മുത്തരിതായത് കൊണ്ട് മാത്രമല്ലേ തെളിവ് ഉദ്ധരിക്കാൻ പറ്റുള്ളൂ. ഷാദായത് ഒരുപാടുണ്ട്, ഇവിടെ മാത്രമല്ല, ഒരുപാട് ഷാദായ മസലകൾ ഭാഷയിലും ഭാഷയിലല്ലാത്തതിലുമുണ്ട്. അപ്പോൾ അത് കോമൺ ആയിട്ട് പറയാവുന്ന, ഡിപ്പെൻഡ് ചെയ്യാവുന്നതല്ല എന്നതാണ് അതിൻ്റെ മറുപടി. മറ്റൊരഭിപ്രായം വഖീല ഹിയ ലമായിർ, ഈ പറയപ്പെട്ട ലവാഹിക്കുകളാണ് ലമായിർ. വഇയ്യ എന്നതല്ല ലമീർ. വഇയ്യ എന്നതപ്പോൾ ഉംദത്തുൻ, അതൊരു തൂണ് പോലെയാണ്, ഉംദയാണ്. എന്തിന്? ഈ ലമീറുകൾക്ക്. ക, ഹു, യ, ഇയാക്ക, ഇയാഹു, ഇയായ എന്നോടത്ത് ഇയ്യ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളതാണ് ലമീർ. ബാക്കിയുള്ള ലമീറുകൾ ലമ്മ ഫഇന്നഹ ലമ്മ ഫുസ്രത്ത് അനിൽ അവാമിൽ തഅദറ നുത്ഖു ബിഹാ മുഫ്രദതൻ ഫളുമ്മ ഇലൈഹ ഇയ്യ ലിതസ്തഖില്ല ബിഹി. പിന്നെ എന്തിനാണ് ഇയ്യ കൊണ്ടുവന്നത്? ഫഇന്നഹ ലമ്മ ഫുസ്രത്ത് അനിൽ അവാമിലി, ഈ ലമീറുകളെ അതിൻ്റെ ആമലുകളിൽ നിന്ന് വേർപിരിക്കപ്പെട്ടപ്പോൾ തഅദറ നുത്ഖു ബിഹാ, സ്വന്തമായി അതിനെ ഉച്ചരിക്കൽ പ്രയാസമായി, മുഫ്രദതൻ ഫളുമ്മ ഇലൈഹ ഇയ്യ ലിതസ്തഖില്ല ബിഹി, അപ്പോൾ ആ നുത്ഖ് സാധ്യമാവാൻ വേണ്ടി ഇയ്യ എന്നതിനെ അതിലേക്ക് ചേർക്കപ്പെട്ടു. അപ്പോൾ ലമീർ ഇയ്യ അല്ല, ഇയ്യ അല്ലാത്ത ബാക്കിയുള്ളതാണ് ലമീർ എന്നതാണ് ഇവർ പറഞ്ഞ അടിസ്ഥാനത്തിൽ. അപ്പോൾ ലറബഹു അതാണല്ലോ ഇയ്യാഹു, ലറബക്ക ഇയ്യാക്ക, ലറബനി ഇയ്യായ. അപ്പോൾ ലറബഹു, ലറബക്ക, ലറബനി എന്നൊക്കെ പറയുമ്പോൾ ആമിലിൻ്റെ കൂടെ വരുമ്പോൾ ആ ലമീറുകളിൽ നുത്ഖ് പ്രയാസമല്ല. എന്നാൽ അതേ സമയത്ത് ആമിലിൽ നിന്ന് മാറ്റി നിർത്തി ഉപയോഗിക്കേണ്ട അവസരം വരുമ്പോഴോ അപ്പോൾ അത് ഒറ്റക്ക് ഉച്ചരിക്കൽ, ആ പിന്നെ ഇത്തിസാലിൻ്റെ സമയത്ത് അതിൻ്റെ മാന എന്താണോ അതേ അർത്ഥത്തിൽ അത് നുത്ഖ് ചെയ്യൽ പ്രയാസമാണ്. അപ്പോൾ ഇയ എന്നതിനെ അതിലേക്ക്
ചേർക്കപ്പെട്ടു. ഇതാണ് ഈ പറഞ്ഞ ആളുകളുടെ അഭിപ്രായം. അപ്പോൾ അവരെടുക്കൽ ഇയ്യ എന്നതല്ല ദമീർ, ഇയ്യക്ക് ശേഷം വരുന്ന നമ്മൾ നേരത്തെ ഹുറൂഫുകളാണ് എന്ന് പറഞ്ഞ അതാണ് ഇവരെടുക്കൽ ദമായിർ. സാന്ദർഭികമായി ഇതേ ചർച്ച ശരിക്ക് അൻത എന്നതിലും വരുന്നുണ്ട്. ബസറയിലെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് അൻത എന്നതിൽ ദമീർ ത എന്നതാണ്. നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്. അൻത എന്നതിൽ ദമീർ ത എന്നതാണ്. അൻ എന്നത് ഇയാക്ക എന്നതിലെ കാഫ് ദമീർ ആയതുപോലെ ഇയാ എന്ന് അത് ദിആമത്തിന് വേണ്ടി ചേർക്കപ്പെട്ടതുപോലെ അൻത എന്നതിൽ ത ആണ് ദമീർ, മറ്റേത് അൻ എന്നത് അത് ഉംദക്ക് വേണ്ടി ചേർക്കപ്പെട്ടതാണ്. ഒരു ഖിലാഫ് പറഞ്ഞതേ ഉള്ളൂ, ഇവിടെ ഉദ്ധരിച്ചതല്ല. ഏതായാലും ഈ പറഞ്ഞവരുടെ അഭിപ്രായ പ്രകാരം ദമായിർ ലവാഹിക്കുകളാണ്. മറ്റൊരഭിപ്രായം ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന്ന എന്നൊക്കെ പറയുമ്പോൾ അത് മുഴുവനാണല്ലോ ദമീർ എന്നതുപോലെ ഇയാഹു, ഇയാക്ക, ഇയായ അതിൻ്റെ തസ്നിയ ഇയാഹുമ, ഇയാക്കുമ, ഇയാന, ജംഅ് തുടങ്ങിയ സംഗതികളെല്ലാം അത് മുഴുവനും ദമീറാണ് എന്നതാണ് മറ്റൊരഭിപ്രായം. വക്കീല ദമീർ ഹുവൽ മജ്മൂ, ഇയാക്ക എന്നോടത്ത് ആ മജ്മൂ ആണ് ദമീർ. മജ്മൂ എന്ന് പറയാൻ കാരണം തർക്കീബുൽ മജ്മൂ. അപ്പം സാധാരണ രീതിയിൽ ഹുവ, ഹുമാഹും എന്നൊക്കെ പറയുമ്പോൾ അത് മുഴുവനും ദമീറാണല്ലോ, ഓരോ ഹർഫും ദമീറിൻ്റെ ഭാഗം തന്നെയാണല്ലോ. അപ്പോൾ ആ തർക്കീബ് ഇയാക്ക എന്നത് മുഴുവനും ദമീറാണ് എന്നതാണ് മറ്റൊരഭിപ്രായം. ഇത് കൂഫയിലെ പണ്ഡിതന്മാരാണ്, ലോകത്തിൻ്റെ പണ്ഡിതന്മാരാണ് ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഇനി ഇയാക്ക എന്നതിലെ രണ്ട് ഖിറാഅത്ത്. ഇയാക്ക എന്നത് വഖുരിയ അയ്യാക്ക ബി ഫത്ഹിൽ ഹംസത്തി, ഹംസക്ക് ഫത്ഹോടുകൂടെ അയ്യാക്ക എന്ന് ഖിറാഅത്തുണ്ട്. വ ഹയ്യാക്ക ബി ഖൽബിഹ ഹാഅൻ, ഹംസയെ ഹാ ആയിട്ട് മറിച്ചിട്ട് ഹയ്യാക്ക, അവിടെ രണ്ട് ലുഗത്ത് വരും. ബിക്കസ്രിൽ ഹായ് വ ഫത്ഹിഹ, ഹായിന് കസ്റോട് കൂടെയും ഫത്ഹോട് കൂടെയും. അപ്പം നേരത്തെ അയ്യാക്ക, ഇയാക്ക എന്നത് അയ്യാക്ക എന്ന് വായിച്ചതുപോലെ ഹിയാക്ക എന്നും ഹയ്യാക്ക എന്നും ഹംസയെ ഹാ ആയിട്ട് മറിച്ചിട്ട് രണ്ട് ലുഗത്ത്, ഇങ്ങനെയൊക്കെ ഖിറാഅത്തുണ്ട്. അപ്പോൾ ഇയാക്ക എന്ന ദമീർ സംബന്ധിച്ച് ഇത്രയാണ് ചർച്ച. ഇനി വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ് ഇബാദത്ത് എന്നാൽ എന്താണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.